ഹായ് ഗായ്സ്, PSC ടോപ്പ് ജെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇത്തരം മോഡലിലെ ചോദ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: -1/27 ഓൾ റേസ് ടു -2/3. ഓക്കെ, -1/27 -2/3. ഇതിൻ്റെ വില എന്തായിരിക്കും? ഓപ്ഷൻസ് ഉണ്ട്: 1/9, 9, -1/9, -9. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വില എന്തായിരിക്കും എന്നാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ -1/27 ഓൾ റേസ് ടു -2/3 എന്നാണുള്ളത് അല്ലേ. അപ്പോൾ ഈ ഓൾ റേസ് ടു -2/3 എന്ന് വന്നാൽ എന്താണ് നമ്മൾ ചെയ്യുക? അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ സാധാരണ ഒരു സംഖ്യൻ്റെ മുകളിൽ, അതായത് കൃതിയായിട്ട് ഒരു 2 വന്നു കഴിഞ്ഞാൽ സ്ക്വയർ ചെയ്യും അല്ലേ. ഇപ്പോൾ 2ൻ്റെ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. അങ്ങനെ നമ്മൾ നേരെ സ്ക്വയർ ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു സംഖ്യൻ്റെ മുകളിൽ ക്യൂബ് വന്നാൽ, അതായത് 3 വന്നു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഇപ്പോൾ 2 ക്യൂബ് ആണെങ്കിൽ 8 എന്ന് കിട്ടും. 3ൻ്റെ ക്യൂബ് എടുത്താൽ 27 കിട്ടും. അങ്ങനെ ക്യൂബാണ് നമ്മൾ ചെയ്യുക അല്ലേ. അതേപോലെ തന്നെ ഒരു സംഖ്യൻ്റെ മുകളിൽ ഇപ്പോൾ 1/2, അതായത് അര വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു ബൈ ഇട്ടാണ് താഴത്ത് 2 വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ സ്ക്വയർ റൂട്ട് വർഗ്ഗമൂലം കാണാണ് ചെയ്യുക അല്ലേ. അതേപോലെ ഒരു സംഖ്യൻ്റെ മുകളിൽ ഇപ്പോൾ 1/3 വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു ബൈ ഇട്ടാണ്ട് ഒരു 3 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ക്യൂബ് റൂട്ട് കാണുകയാണ് ചെയ്യുക അല്ലേ. അതായത് 27ൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ 3 ആയിരിക്കും. കാരണം എന്താണ്? 3 × 3 × 3 27 ആണ്. അപ്പോൾ 27ൻ്റെ ക്യൂബ് റൂട്ട് 3 ആയിരിക്കും. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇനി ഈ ഒരു ചോദ്യത്തിൽ ഇവിടെ അതിൻ്റെ കൃതിയായിട്ട് വന്നിട്ടുള്ളത് -2/3 ആണ്. അതായത് ഒരു 2 കൊണ്ട് സ്ക്വയർ, 2 കൃതി 2ആയിട്ട് സ്ക്വയർ ചെയ്യണം. അതേപോലെ തന്നെ പിന്നെ ഒരു ബൈ 3 അതായത് ക്യൂബ് റൂട്ട് കാണും വേണം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ക്യൂബ് റൂട്ട് കാണാണ്. ഇവിടെ -1 ഉണ്ട്, 27 ഉണ്ട്. ഇതിൻ്റെ 2ൻ്റെയും ക്യൂബ് റൂട്ട് കാണാൻ ആദ്യം ചെയ്യണത്. ഓക്കെ, അവിടെ കാണാൻ പറ്റും ക്യൂബ് റൂട്ട് ഓഫ് -1 ഡിവൈഡഡ് ബൈ ക്യൂബ് റൂട്ട് ഓഫ് 27 ഓൾ റേസ് ടു -2. അതായത് 2/3 ആ 3 നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുന്നു. ഇനി ക്യൂബ് റൂട്ട് ഓഫ് -1 എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? അതായത് -1 × -1 × -1 ഈക്വൽ ടു -1 തന്നെയാണ്. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് -1 എന്ന് പറഞ്ഞാൽ -1 ആണ് വരിക. അപ്പോൾ അവിടെ -1 എഴുതണം. അതേപോലെ ക്യൂബ് റൂട്ട് ഓഫ് 27 എന്ന് പറഞ്ഞാൽ 3 ആണ് വരിക. കാരണം എന്താണ്? 3 × 3 × 3 27 ആണ്. അപ്പോൾ നേരെ തിരിച്ച് ക്യൂബ് റൂട്ട് ഓഫ് 27 എന്ന് പറഞ്ഞാൽ 3 ആണ് വരിക. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ -1 ഡിവൈഡഡ് ബൈ 3 ഓൾ റേസ് ടു -2 എന്ന് വരും. സാധാരണ കൃതി 2 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ അതിൻ്റെ സ്ക്വയർ കാണും അല്ലേ, അതായത് വർഗ്ഗം കാണും. ഇപ്പോൾ 1ൻ്റെ സ്ക്വയർ 1 തന്നെയാണ്, അതേപോലെ 2ൻ്റെ സ്ക്വയർ 4, അങ്ങനെ സാധാ വർഗ്ഗം കാണും. അപ്പോൾ ഇവിടെ ഉള്ളത് -2 ആണ്. ഇനി ജസ്റ്റ് നമ്മൾ ഈ ഒരു -2ൻ്റെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുക. അപ്പോൾ -1 ഓൾ റേസ് ടു -2, അതേപോലെ 3ൻ്റെ കൂടെയും കൃതി -2 ഉണ്ടാവും. അപ്പോൾ 2നും -2 എന്നുള്ളത് കൊടുത്തു. ഇനി ഈ മൈനസ് പോകാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് റെസിപ്രോക്കൽ എടുത്താൽ മതി. ഓക്കെ, ഇതിൻ്റെ 2ൻ്റെയും റെസിപ്രോക്കൽ എടുത്താൽ ജസ്റ്റ് ആ മൈനസ് അവിടെ നിന്ന് പോകും. അപ്പോൾ ഈ -1 എന്നുള്ളത് നേരെ ഛേദത്തേക്ക് പോകും. അതേപോലെ ഈ 3 എന്നുള്ളത് നേരെ അംശത്തേക്ക് പോകും. അതായത് രണ്ടും മുകൾക്കും താഴത്തേക്കും മാറും. അപ്പോൾ അതിൻ്റെ മൈനസ് പോകും, ഈ കൃതിൻ്റെ മൈനസ് പോകും. ഓക്കെ, അപ്പോൾ അവിടെ കാണാൻ പറ്റും 3 സ്ക്വയർ അതേപോലെ ഡിവൈഡഡ് ബൈ -1ൻ്റെ സ്ക്വയർ. അങ്ങനെ ജസ്റ്റ് രണ്ടും മുകളിലോട്ടും താഴോട്ടും മാറും. ഇനി 3ൻ്റെ സ്ക്വയർ നമുക്കറിയാം, 3 × 3 9 ആണ്. അതേപോലെ -1ൻ്റെ സ്ക്വയർ, -1 × -1 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 9/1 എന്ന് വരും. 9/1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ് ഉത്തരം? 9 ആണ്. അപ്പോൾ ഇവിടുത്തെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 9 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക്സ്.